അജിത് ഡോവൽ ശത്രുക്കൾക്ക് പേടി സ്വപ്നമായ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. കീർത്തിചക്ര നേടുന്ന ആദ്യ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഡോവൽ. സുവർണക്ഷേത്രത്തിലെ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ഡോവലിന് രണ്ടാമത്തെ വലിയ സൈനിക ബഹുമതിയായ കീർത്തിചക്ര നേടിക്കൊടുത്തു. മിസോ നാഷണൽ ഫ്രണ്ടിൽ നുഴഞ്ഞുകയറി സംഘടനയെ ഛിന്നഭിന്നമാക്കി മിസോറാം ഇന്ത്യയോട് കൂട്ടിച്ചേർത്തതിന് പിന്നിലും ഡോവലിന്റെ തലച്ചോറാണ്. എയർ ഇന്ത്യ വിമാനം റാഞ്ചിയ താലിബാൻ ഭീകരനുമായി വിലപേശാൻ കാണ്ഡഹാറിൽ അയച്ചതും ഡോവലിനെ തന്നെയാണ്. 41 തീവ്രവാദികളെ വിട്ടുകിട്ടണമെന്ന ആവശ്യം 3ആക്കി കുറച്ചത് ഡോവലിന്റെ മിടുക്ക്. ഡോവലിന്റെ പ്രവർത്തനങ്ങൾ പോലീസ് പാഠ്യപദ്ധതിയിലുമുണ്ട്. ലോകത്തെവിടെ മലയാളികൾ അപകടത്തിൽപ്പെട്ടാലും രക്ഷാദൂതനായി ഡോവലെത്തും. അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ മുന്നിൽ നിൽക്കും. 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ് ഈ ഉത്തരാഖണ്ഡുകാരൻ. തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ 46 മലയാളി നഴ്സുമാരെ 2014 ഇറാഖിലെ തിക്രത്തിൽ നിന്ന് രക്ഷിച്ചത് ഡോവലിന്റെ മിടുക്കായിരുന്നു. പതിവ് മാർഗങ്ങൾ വിട്ടുള്ള ഇടപെടലാണ് ഡോവൽ നടത്തിയത്. കേന്ദ്ര സർക്കാർ ഇറാൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ടപ്പോൾ ഐസിസുമായി അടുപ്പമുള്ള സുന്നി നേതാക്കളുമായിരുന്നു ഡോവലിന്റെ ഓപ്പറേഷൻ. ഇറാഖ് സർക്കാർ സൈനിക നടപടി വാഗ്ദാനം ചെയ്തെങ്കിലും സ്വീകരിക്കേണ്ട എന്നായിരുന്നു ഡോവലിന്റെ ശുപാർശ. ആശങ്കയുടെ 3 ദിനങ്ങൾക്കൊടുവിൽ ഭീകര താവളത്തിൽ നിന്ന് നഴ്സുമാരെ കേരളത്തിലേക്ക് വിമാനം കയറ്റിയാണ് ഡോവൽ ഡൽഹിക്ക് മടങ്ങിയത്. ആഭ്യന്തര കലാപത്തിൽപ്പെട്ട് ലിബിയയിൽ കുടുങ്ങിപ്പോയ 18 നഴ്സുമാരുമായി സൈന്യത്തിന്റെ സഹായത്തോടെ ട്രിപ്പോളിയിൽ നിന്ന് കൊച്ചിയിലെത്തിയതും ഡോവലിന്റെ സാന്നിധ്യത്തിലായിരുന്നു. ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് യമനിൽ കുടുങ്ങിയ നഴ്സുമാരെ രക്ഷിക്കാനും ഡോവലെത്തി. അതിർത്തി മേഖലയിൽപ്പെടുന്ന കേരളത്തിലെ സുരക്ഷാ ഏകോപനത്തിന് ഡോവൽ രഹസ്യമായി എത്താറുണ്ട്. പാകിസ്ഥാൻ കരസേനാ മേധാവി റഷീൽ ഷെരീഫ് കൊളംബിയയിലെ ശ്രീലങ്കൻ സേന ആസ്ഥാനത്തെത്തിയതിന് തൊട്ടു പിന്നാലെ സ്വകാര്യ ചടങ്ങിനെന്ന മട്ടിൽ ഡോവൽ തിരുവനന്തപുരത്ത് പറന്നിറങ്ങി. കന്യാകുമാരിയിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെന്നാണ് എല്ലാവരോടും പറഞ്ഞത്. IB റാ ഉദ്യോഗസ്ഥർ കന്യാകുമാരിയിലും തിരുവനന്തപുരത്തുമായി ഡോവലിനെ കണ്ടു. തമിഴ്നാട്ടിലെ കുടിയേറ്റക്കാരെ മത്സ്യബന്ധന തുറമുഖം വഴി ശ്രീലങ്കയിൽ നിന്ന് ഭീകരരുടെ നുഴഞ്ഞുകയറ്റം അടയ്ക്കുകയായിരുന്നു ഡോവലിന്റെ ലക്ഷ്യം. ഈസ്റ്റർ ദിനത്തിൽ ചാവേർ സ്ഫോടനത്തിൽ ശ്രീലങ്കയിൽ ചോരപ്പുഴയൊഴുകിയപ്പോൾ ഡോവലിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഗുണം രാജ്യം കണ്ടു. ഡോവലിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിലെ സുരക്ഷാ പഴുതുകൾ കണ്ടെത്താൻ സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തിയിരുന്നു. 33 വർഷം രഹസ്യാന്വേഷണ വിഭാഗത്തിലുണ്ടായിരുന്ന ഡോവൽ 10 വർഷം IB ഓപ്പറേഷൻ വിഭാഗത്തിന്റെ മേധാവിയായിരുന്നു. പാകിസ്ഥാനെ മെരുക്കിയ ഉരുക്കുമുഷ്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലം കൈയായാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ പാകിസ്ഥാൻ കാണുന്നത്. 2005 വരെ ഇന്ത്യയുടെ ചാര സംഘടനകളിൽ അംഗമായിരുന്നു ഡോവൽ. കൂടുതൽ ബഹളമുണ്ടാക്കുന്ന പരുക്കനായ അന്തരീക്ഷത്തിന്റെ ചൂടേറുന്ന ഉദ്യോഗസ്ഥനാണ് ഡോവൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലെ ചൂടൻ വർത്തമാനമാണ് ഡോവലിന്റേതും. തന്റെ ബോസിന് വേണ്ടത് തന്നെയാണ് ഡോവൽ ചെയ്യുന്നത്. 1980കളിൽ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ഡോവൽ പ്രവർത്തിച്ചിരുന്നു. ഉരുക്കുമുഷ്ടിയുള്ള ഇയാളോടാണല്ലോ രാജ്യം ഇടപെടേണ്ടത് എന്നാണത്രേ അന്ന് പാകിസ്ഥാനും ISSIയും വിചാരിച്ചത്. നമ്മുടെ കാലഘട്ടത്തിലെ മികവേറിയ ഉദ്യോഗസ്ഥൻ, ആരെയും അത്രയധികം വിശ്വസിക്കാത്ത പ്രകൃതക്കാരൻ. പാകിസ്ഥാനുമായി ഇടപെടുമ്പോൾ പലപ്പോഴും കടുപ്പക്കാരനല്ല അദ്ദേഹം. മോദിയുടെ മാത്രമല്ല മണി ദീക്ഷിത്തിന്റെയും MK നാരായണന്റെയും പാത ഡോവൽ പിന്തുടരാറുണ്ട്. 2016 ഡൽഹിയിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് 6 മുൻ പാക് ഹൈക്കമാൻഡ്മാരെ പങ്കെടുപ്പിച്ച യോഗം ചേർന്നു. ഔദ്യോഗിക യോഗത്തിന് ചേരാത്ത വിധം അസ്വാഭാവികമായിരുന്നു ഡോവലിന്റെ പെരുമാറ്റം. ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. നല്ലതല്ലാത്ത കാര്യങ്ങൾ അന്വേഷണത്തിൽ തെളിഞ്ഞാൽ, പഠാൻകോട്ട്, മുംബൈ ഭീകരാക്രമണങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയാലോ പ്രത്യാഘാതമുണ്ടാകും എന്ന് പറഞ്ഞ ഡോവൽ പുറത്തേക്ക് നടന്നു. ഉദ്യോഗസ്ഥർക്ക് കൈ കൊടുക്കാതെയായിരുന്നു ഡോവലിന്റെ ആ മടക്കം.